ഇന്ന് നമ്മൾ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന കഴിവ് അത് ഈയടുത്തായി കൂടിയതിനെപ്പറ്റി. അതെ, പുതിയ ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾ കണ്ടുകാണും ചില ഉപഗ്രഹ ചിത്രങ്ങൾ, പിന്നെ ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ, ചിത്രങ്ങളൊക്കെയുണ്ട്. അതോടൊപ്പം RFA.org, defensenews.com, പിന്നെ 38 നോർത്ത്, അൽ ജസീറ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ വിശകലനങ്ങളും. ശരിയാണ്, പല സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോ ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത്? അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. അപ്പോ ആദ്യം പറയേണ്ടത് 2024-ൽ കാങ്സൺ എന്ന സ്ഥലത്ത്, ഇത് പ്യോങ്യാങ്ങിനടുത്താണ്. കാങ്സൺ. അതെ, അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങൾ, പിന്നെ നീല മേൽക്കൂരയുള്ള ഒരു വലിയ എക്സ്റ്റൻഷൻ കെട്ടണം, അതൊക്കെ വ്യക്തമാണ്. ഓക്കെ. IAEA, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ഈ പണിയൊക്കെ നടക്കുന്നത് കൂടുതൽ സെൻട്രിഫ്യൂജുകൾ വെക്കാൻ തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലുമാണോ വിദഗ്ധർ പറയുന്നത്? അതൊരു പ്രധാന പോയിന്റാണ്. ചില അനലിസ്റ്റുകൾ പറയുന്നത് ഇത് ചിലപ്പോ നേരിട്ട് സെൻട്രിഫ്യൂജ് കൂട്ടാനല്ല, മറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുപകരണങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അതിനുവേണ്ടിയാവാമെന്നാണ്. അടിസ്ഥാന സൗകര്യം കൂട്ടുന്നു. അതെ, പക്ഷെ അതും അവരുടെ പ്രോഗ്രാം വലുതാക്കുന്നതിന്റെ സൂചന തന്നെയല്ലേ? എന്നാലും ഇതിലും പ്രധാനപ്പെട്ടൊരു കാര്യം, അത് 2025 ജൂണിൽ യോങ്ബിയോണിൽ കണ്ട ഒരു പുതിയ കെട്ടിടമാണ്. യോങ്ബിയോൺ, അതാണല്ലോ അവരുടെ പ്രധാന ആണവ കേന്ദ്രം. അതെ, അവിടെയും പുതിയൊരു നിർമ്മിതി, അതും നീലമേൽക്കൂരയുള്ള കെട്ടിടം. അത് മുൻപുള്ള സെൻട്രിഫ്യൂജ് ഹാളുകൾ പോലെ തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ അതിന്റെ ഒരു കപ്പാസിറ്റി, ഉൽപാദനശേഷി, അതിനെക്കുറിച്ച് എന്തെങ്കിലും കണക്കുകൾ ഉണ്ട്. വിദഗ്ധരുടെ ഒരു പ്രാഥമിക നിഗമനമനുസരിച്ച് ഈ പുതിയ പ്ലാന്റിന് ഒരു വർഷം ഏകദേശം 70 മുതൽ 100 കിലോഗ്രാം വരെ ഹൈലി എൻറിച്ച്ഡ് യുറേനിയം, അതായത് HEU, ആയുധങ്ങൾക്ക് വേണ്ട ഗ്രേഡിലുള്ള യുറേനിയം. അതെ, അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. 70-100 കിലോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം 5 മുതൽ 10 വരെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ കിട്ടും. ഓ, അത് വലിയൊരളവാണല്ലോ. തീർച്ചയായും. ഈ കൂടിയ ഉൽപ്പാദനശേഷിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിന്റെ കൂടെ തന്നെയാണല്ലോ കിം ജോങ് ഉൻ ഒരു കേന്ദ്രം സന്ദർശിക്കുന്ന ചിത്രങ്ങൾ വന്നത്. സ്റ്റേറ്റ് മീഡിയ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. ആയുധ ഗ്രേഡ് ആണവ വസ്തുക്കളുടെ ഉൽപ്പാദന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ്. അതെ, ആ ചിത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി. കാരണം എന്താന്ന് വെച്ചാൽ, എന്താണ്? വിദഗ്ധർ ആ ഫോട്ടോസിലെ ഉൾഭാഗം, അതായത് ബീമുകൾ, തൂണുകളൊക്കെ നോക്കിയിട്ട് പറയുന്നത് അത് യോങ്ബിയോണിലെ പുതിയ പ്ലാന്റ് അല്ല, മറിച്ച് കാങ്സണിലെ കേന്ദ്രമാണെന്നാണ്. ആഹാ, അപ്പൊ കിം പോയത് കാങ്സണിലാണ്. അങ്ങനെയാണ് വിശകലനം. ആ ചിത്രങ്ങളിൽ കണ്ട സെൻട്രിഫ്യൂജുകളുണ്ടല്ലോ, അത് പഴയ P2 മോഡലിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്നും പറയുന്നു. അതായത് അവരുടെ ടെക്നോളജി മെച്ചപ്പെട്ടു എന്ന്. ഓക്കെ, അപ്പൊ സാങ്കേതിക വിദ്യയും മെച്ചപ്പെടുത്തുന്നുണ്ട്. അതെ, അതും ഈ ചിത്രങ്ങളിലൂടെ ഒരു സൂചനയായി പുറത്തു വന്നു. അപ്പോൾ ഈ കാങ്സണിലെ വികസനം, പിന്നെ യോങ്ബിയോണിലെ ഈ പുതിയ പ്ലാന്റ്, കിമ്മിന്റെ സന്ദർശനം, ഈ ചിത്രങ്ങള്, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എന്താണ് ഇതിന്റെ ഒരു വലിയ ചിത്രം? ശരിയാണ്. ഇതിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 3 പ്രധാന കാര്യങ്ങൾ കാണാം. ഒന്ന്, ഉത്തര കൊറിയ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി കൂട്ടുകയാണ്. അത് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഇത് കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ, കൂടുതൽ വേഗത്തിലുണ്ടാക്കാൻ സഹായിക്കും. അതെ. 2, കിം ജോങ് ഉന്നിന്റെ ഈ സന്ദർശനവും അതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതും അതൊരു വെറും സന്ദർശനമല്ല, അതൊരു സ്ട്രാറ്റജിക് മെസ്സേജാണ്. ലോകത്തോടുള്ള ഒരു തരം അറിയിപ്പാണ്. തങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് എന്നും പറയാം. ഞങ്ങളിത് ചെയ്യുന്നുണ്ട് എന്നൊരു പ്രഖ്യാപനം. കറക്റ്റ്. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം UN ഉപരോധങ്ങളുടെ ലംഘനമാണ്. അത് അന്താരാഷ്ട്ര തലത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപലപിക്കുന്നുമുണ്ട് പലരും. ശരിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഈ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉത്തര കൊറിയ 2024-25 കാലത്ത് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി കാര്യമായി വികസിപ്പിച്ചു. കാങ്സണിലും യോങ്ബിയോണിലുമായി. അതെ, അത് വ്യക്തമാണ്. കിം ജോങ് ഉന്നിന്റെ സന്ദർശനം ഇതിനൊരു സ്ഥിരീകരണം പോലെയായി, ലോകത്തിനുള്ള ഒരു സന്ദേശവും. തീർച്ചയായും രാജ്യം അവരുടെ ആണവശക്തി കൂട്ടുന്നതിൽ വേഗത കൂട്ടുകയാണ്. അത് വ്യക്തമാക്കുന്ന തെളിവുകളാണിത്.
ഇത് നിലവിലുള്ള ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അതുപോലെ തുടർന്ന് എന്ത് നയതന്ത്ര നീക്കങ്ങൾ വേണമെന്നുള്ള ചോദ്യവും. അതെ. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം. ഇത്രയും കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കെ ഉത്തര കൊറിയയ്ക്ക് എങ്ങനെയാണ് തങ്ങളുടെ ഈ ആണവശേഷി ഇത്ര പരസ്യമായി വികസിപ്പിക്കാനും ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ കാണിക്കാനും സാധിക്കുന്നത്? ഇത് നിലവിലെ അന്താരാഷ്ട്ര തന്ത്രങ്ങളുടെ ഒരു പരാജയമാണോ? ഇതിനെ നേരിടാൻ ഉപരോധങ്ങൾ മാത്രം മതിയോ? അതോ മറ്റെന്ത് സമീപനങ്ങളാണ് ലോകത്തിന് നോക്കാവുന്നത്?